എനിക്ക് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ അത്രയ്ക്ക് ദേഷ്യമുള്ള രണ്ട് മീനുകളാട്ടെ ഇവന്മാർ നമ്മുടെ പ്ലാനറ്റ് ടാങ്കിലെ പ്രധാന രണ്ട് വില്ലന്മാർ. ഫുഡൊക്കെ നല്ല കൃത്യസമയത്ത് കിട്ടിയാൽ ഇവന്മാർക്ക് നല്ല ആർത്തിയുള്ള ടീംസ് ആട്ടോ. വയ്യാതെ നിൽക്കുന്ന ഗപ്പികളും നിയോണ്ടട്ടറയാണ് ഇവന്മാരുടെ മെയിൻ ടാർഗറ്റ്. ഈ ആഴ്ച തന്നെ നമ്മുടെ രണ്ട് ഗപ്പികളെയും അതുപോലെ തന്നെ രണ്ട് നിയോണ്ടട്ടറയും കൊന്നിട്ടുണ്ട്. എന്നിട്ടാണോ തീറ്റ എന്തെങ്കിലും ഒരു കുറവ്? അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ ഇവന്മാരെ അങ്ങ് മാറ്റാനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും വളർത്തിപ്പോയില്ലേ, അതുകൊണ്ട് വെറുതെ കളയാനും പറ്റും. നമ്മുടെ പ്ലാനറ്റ് ടാങ്കിലെ വെള്ളം കളയാതെ ഇവന്മാരെ പിടിക്കാനോ അതും രക്ഷ. അതുകൊണ്ട് തന്നെ അതെ ഇത്രയും നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളോടെ നമ്മൾ പ്ലാനറ്റ് ടാങ്ക് നമ്മൾ ഇന്ന് വൃത്തിയാക്കാനായിട്ട് പോകും. അതിനായിട്ട് വെള്ളമല്ല നമ്മളിത് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റുക. ആദ്യം വെള്ളം പിടിച്ചപ്പോൾ നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളമായിരുന്നെങ്കിൽ രണ്ടാമതെടുത്ത ബക്കറ്റിലെ വെള്ളം കണ്ടില്ല. ഇതിന് മാത്രം അഴുക്കിയതുണ്ടെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. അതും ഇത്രയും തെളിഞ്ഞൊരു ടാങ്കിൽ. ശരിക്കും ഇത്രയും വെള്ളം കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ സങ്കടം വന്നു. കാരണം കുറെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ടാങ്കിനെ എത്തിച്ചത്. എന്നിട്ട് ദേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. മീനുകളെല്ലാം നമ്മൾ ദേ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ ഏറേഷൻ കൊടുത്തും കിട്ടുക. അതുപോലെ തന്നെ ദേ ഈ കാണുന്ന രണ്ടവന്മാരെ നമ്മുടെ തൊടിയിലേക്ക് മാറ്റിയിട്ട് വേറെ മീനെ തിന്നാതെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കൂത്താടിയെ തിന്നവന്മാർക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം നിറച്ചു തുടങ്ങിയിട്ടാ. പിന്നീട് ഈ കാണുന്ന ഒരു മീനെ നമ്മുടെ പ്ലാന്റ് ടാങ്കിലേക്ക് മേടിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇവൻ നമ്മുടെ വില്ലനെ പോലെ ആവില്ലെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഇവനെ മേടിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.